മനസ്സുകളിൽ ആശ്വാസമേകും നിർമ്മല സോനമേ മേരി മാതേ നിൻ പദമലരിൽ അഭയം തേടും നീജരീദാസരേ ധന്യരാക്കൂ നിൻമിഴി നീരാൽ ശുദ്ധരാക്കൂ നീറും മനസ്സുകളിൽ ആശ്വാസമേകും നിർമ്മല സോനമേ മേരി മാതേ നിൻ പദമലരിൽ അഭയം തേടും നീജരീദാസരേ ധന്യരാക്കൂ നിൻമിഴി നീരാൽ ശുദ്ധരാക്കൂ. പരിശുദ്ധമ്മയാൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന സഹോദരീ സഹോദരന്മാരെ, നമ്മൾ വിമല ഹൃദയ പ്രതിഷ്ഠയുടെ ഒരുക്കത്തിൻ്റെ 11ാമത്തെ ദിവസത്തിലാണ് ആയിരിക്കുന്നത്. വിശുദ്ധ ലിയോ 13 മാർപ്പാപ്പ ഇങ്ങനൊരു കാര്യം പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുന്നുണ്ട്. പരിശുദ്ധ കന്യകാമറിയം നല്ലൊരു അമ്മയാണ്. നമുക്ക് അവളുടെ സഹായം വേണ്ട സമയത്തെല്ലാം നല്ലൊരു അമ്മയായി അവൾ നമ്മുടെ അടുത്തേക്ക് ഓടിയെത്തുന്നു. പരിശുദ്ധ കന്യകാമറിയം നല്ലൊരു അമ്മയാണ്. അവളുടെ സഹായം നമുക്ക് വേണ്ട സമയത്തെല്ലാം നല്ലൊരു അമ്മയായി അവൾ നമ്മുടെ അടുത്തേക്ക് ഓടിയെത്തുന്നു. പ്രിയപ്പെട്ടവരെ, ഈ വിമല ഹൃദയ പ്രതിഷ്ഠയൊക്കെ നമ്മൾ നടത്തുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇതാണ്. പരിശുദ്ധ അമ്മ നല്ലൊരു അമ്മയായി നമ്മുടെ കൂടെ നടന്ന് നമ്മളിനെ സഹായിക്കുകയാണ്. ആ അമ്മ നമ്മളെ പരിശീലിപ്പിക്കുന്നതും നമ്മളെ നയിക്കുന്നതെല്ലാം ഈശോയോടുള്ള സ്നേഹത്തിൽ നമ്മളെല്ലാവരും പൂർണ്ണരാകാൻ വേണ്ടിയിട്ടാണ്. പരിശുദ്ധ അമ്മ നയിച്ചതുപോലെ നല്ലൊരു ജീവിതം ദൈവത്തിന് വിധേയപ്പെട്ട്, ദൈവവചനത്തിന് വിധേയപ്പെട്ട്, ദൈവ ഇഷ്ടത്തിന് ആമേൻ പറഞ്ഞുകൊണ്ട് ജീവിക്കാനുള്ള വലിയൊരു കൃപ നമുക്ക് അമ്മ നേടിത്തരുന്നുണ്ട്. ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവട്ടെ. ഈ 11ാമത്തെ ദിവസം നമ്മൾ ധ്യാനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം ഇതാണ്: വിനയം കൊണ്ട് നമുക്ക് മഹത്വം ആർജിക്കാം. വിനയം നമ്മുടെ ജീവിതത്തിൽ പരിശീലിക്കാൻ സാധിക്കട്ടെ. പരിശുദ്ധ അമ്മ ജീവിതത്തിലുടനീളം പാലിച്ചു പോകുന്ന വലിയ ഒരു പുണ്യമാണ് വിനയം. നമുക്കറിയാലോ, പരിശുദ്ധ അമ്മ താൻ ഗർഭിണിയായതിനു ശേഷം തൻ്റെ ചാർച്ചക്കാരിയായ എലിസബത്ത് ഗർഭിണിയായെന്നുള്ള വിവരം കേട്ടപ്പോൾ ഓടിച്ചെന്ന് അവളെ ശുശ്രൂഷിക്കാനായിട്ട് കാണിച്ച വലിയ ഒരു മനസ്സ്. വിനയമുള്ളിടത്ത് നടക്കുള്ളൂ. വിനയത്തോടു കൂടിയേ, അല്ലെങ്കിൽ അല്പം എളിമയോട് കൂടിയൊക്കെ അത് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. വിനയം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുണ്യമാണ് എന്ന് പരിശുദ്ധ കന്യകാമറിയം നമ്മളെ പഠിപ്പിച്ചു. പരിശുദ്ധ അമ്മയെപ്പോലെ വിനയം ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കാൻ, വിനയം പരിശീലിക്കാനൊക്കെ നമുക്ക് പ്രത്യേകമായിട്ട് സാധിക്കട്ടെ. നമ്മൾ ഇന്ന് ധ്യാനിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, വിചിന്തനം നടത്തുന്ന ഒരു വിഷയം വിനയം കൊണ്ട് മഹത്വം ആർജിക്കാം, കൃപയാർജിക്കാം എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, അതിന് നമ്മൾ പരിശുദ്ധ അമ്മ സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായൊരു അഭിഷേകവും പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ ഒരു കൃപാവരവും ഒക്കെ നമ്മുടെ ഉള്ളിൽ നിറയാൻ വേണ്ടിയിട്ട് നമുക്ക് ആഗ്രഹിക്കാം. ഇന്ന് നമ്മളതിന് ആധാരമായിട്ടെടുത്തിരിക്കുന്ന വചനഭാഗം പ്രഭാഷകൻ്റെ പുസ്തകം 10-ാം അധ്യായം 28-ാമത്തെ വാക്യമാണ്. ഇങ്ങനെയാണ്: മകനെ, വിനയം കൊണ്ട് മഹത്വം ആർജിക്കുക, നിലവിട്ട് സ്വയം മതിമറക്കരുത്. വിനയം കൊണ്ട് മഹത്വം ആർജിക്കുക, നിലവിട്ട് സ്വയം മതിമറക്കരുത്. ഈ വചനത്തിൻ്റെ അഭിഷേകം നിറയട്ടെ. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവോട് ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ട് പുത്തൻ പെന്തക്കോസ്ത് അനുഭവം ലഭിക്കാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. കാത്തി കാത്തി പരിശുദ്ധാത്മാവേ, വീശണമേ ഞങ്ങളിൽ വീശണമേ. തീ തീ പരിശുദ്ധാത്മാവേ, കത്തണമേ കത്തി ജ്വലിക്കണമേ. കാത്തി കാത്തി പരിശുദ്ധാത്മാവേ, വീശണമേ ഞങ്ങളിൽ വീശണമേ. തീ തീ പരിശുദ്ധാത്മാവേ, കത്തണമേ കത്തി ജ്വലിക്കണമേ. പാപങ്ങളെല്ലാം ചാമ്പലാക്കണം,
ജ്വലിക്കണമേ, എന്നിൽ അഗ്നിയായി കത്തിജ്വലിക്കണമേ, പാപങ്ങളെല്ലാം ചാമ്പലാക്കണമേ, എന്നിൽ അഗ്നിയായി കത്തിജ്വലിക്കണമേ. നമുക്ക് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവെ വരണമേ, അവിടുത്തെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മാധ്യസ്ഥതയാൽ എന്നിൽ വന്ന് നിറയണമേ. എന്നിൽ വസിച്ച് എന്നെ നയിക്കണമേ. ക്രിസ്തുവിൻ്റെ ആത്മാവെ എന്നെ ചലിപ്പിക്കണമേ. ക്രിസ്തുവിൻ്റെ ആത്മാവെ എന്നിൽ വന്ന് നിറയണമേ. ക്രിസ്തുവിൻ്റെ ആത്മാവെ എന്നെ മുദ്രയടിക്കണമേ. പുണ്യങ്ങളുടെ ഒരു ഉറവ എന്നിൽ സൃഷ്ടിക്കണമേ. പരിശുദ്ധ അമ്മയിൽ വിളങ്ങിയ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, എളിമ, ക്ഷമ, പരിശ്രമശീലം, അനുസരണം എന്നീ പുണ്യങ്ങളാൽ എൻ്റെ ആത്മാവിനെ നിറയ്ക്കണമേ. എൻ്റെ ആത്മാവിനെ ഇങ്ങനെ സ്വന്തമായി മുദ്രയടിക്കണമേ. അങ്ങനെ ഞാൻ ഈശോയുടെ പ്രതിബിംബമായി മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകാശിക്കുവാൻ കൃപ തരണമേ. ആമേൻ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈ ശുശ്രൂഷയിൽ മുമ്പോട്ട് പോകുമ്പോൾ, പ്രത്യേകിച്ച് വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്ക് നമ്മളെ തന്നെ ഒരുക്കുമ്പോൾ, നമ്മൾ ഇന്ന് വിനയം എങ്ങനെ അഭ്യസിക്കാം എന്ന് പഠിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു പുണ്യമായി നമ്മുടെ ഉള്ളിലുണ്ടാവട്ടെ. പ്രിയപ്പെട്ടവരെ, പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ നമ്മൾ കണ്ടു 10-ാമത്തെ അധ്യായത്തിൽ 28-ാമത്തെ വാക്യം, മകനെ വിനയം കൊണ്ട് മഹത്വം ആർജിക്കുക, നിലവിട്ട് സ്വയം മതിമറക്കരുത്. അപ്പോൾ മഹത്വം ആർജിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുണ്യമായി വചനം നമ്മോട് പറയുന്ന ഒരു പുണ്യം ഇതാണ് വിനയം. വിശുദ്ധ പൗലോസ്ലിഹ കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 12-ാമത്തെ വാക്യം, പൗലോസിലെ കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 12-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: അതിനാൽ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരും വാത്സല്യഭാജനങ്ങളും പരിശുദ്ധരും എന്ന നിലയിൽ നിങ്ങൾ കാരുണ്യം, ദയ, വിനയം, സൗമ്യത, ക്ഷമ എന്നിവ ധരിക്കുവിൻ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുണ്യമായിട്ട് പൗലോസ്ലീഹ പറഞ്ഞു വയ്ക്കുകയാണ്, വിനയം ധരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, പരിശുദ്ധരാണ്, വാത്സല്യഭാജനങ്ങളാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരാണെങ്കിൽ, നിങ്ങൾ ദൈവത്തിൻ്റെ വാത്സല്യഭാജനങ്ങളാണെങ്കിൽ, നിങ്ങൾ ദൈവത്തിൽ പരിശുദ്ധരാണെങ്കിൽ, നിങ്ങൾ ധരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുണ്യം വിനയമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിനയത്തോടെ അല്പം താഴ്ന്നു കൊടുത്തൊക്കെ ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ നമുക്ക് സാധിക്കട്ടെ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയായിട്ട് നമ്മുടെ മനസ്സിലുണ്ടാകണം. പ്രിയപ്പെട്ടവരെ, ഈ സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 18-ാമത്തെ അധ്യായത്തിൻ്റെ 12 മുതലുള്ള വാക്യങ്ങൾ നമ്മളിങ്ങനെ കാണുന്നു: ഗർവ് നാശത്തിൻ്റെ മുന്നോടിയാണ്, വിനയം ബഹുമതിയുടെയും. ഗർവ് എന്നുള്ള സംഭവം, അതായത് വിനയത്തിന് നേരെ ഓപ്പോസിറ്റ് ഗർവ്, ഭയങ്കര അഹങ്കാര ചിന്തയിൽ ഇങ്ങനെ ഒരു ഗർവിഷ്ഠനായൊരു ജീവിതം, അത് നാശത്തിൻ്റെ മുന്നോടിയാണ്. ബഹുമതി, നിനക്ക് ഒരു ബഹുമാനം ലഭിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, വിനയം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ്. പരിശുദ്ധ കന്യകാമറിയം നമ്മളെ കാണിച്ചുന്ന വലിയൊരു മാതൃക ഇതാണ്, വിനയത്തിൻ്റെ മാതൃക. ഈശോ നമ്മളെ കാണിച്ചുന്ന ഏറ്റവും വലിയ മാതൃക എന്താണ്? വിനയത്തിൻ്റെ മാതൃക. തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങളോളം താഴാനായിട്ട് അവൻ കാണിച്ച വലിയൊരു വിനയത്തിൻ്റെ മാതൃക ദൈവമായിരുന്നു. ആ ദൈവം ഭൂമിയിലേക്ക് വന്നു, മനുഷ്യനായി. ആ മനുഷ്യരിലും ഏറ്റവും താഴ്ന്ന ഒരു ദാസനായിട്ട് അവൻ അങ്ങനെ എളിമപ്പെടാൻ, അങ്ങനെ വിനയം ധരിക്കാൻ അവൻ തയ്യാറായി. പ്രിയപ്പെട്ടവരെ, ഈശോയെ നമ്മളോട് പറഞ്ഞു തന്നത് എന്താണ്? നമ്മളോട് ഇത് തന്നെയാണ് പറഞ്ഞു തന്നത്, നീ എളിമയോടെ, നീ വിനയത്തോടെ വർത്തിക്കുക. പ്രിയപ്പെട്ടവരെ, ഈശോ വെറുതെ കാണിച്ചു തന്ന ഒരു മാതൃക മാത്രമല്ല, അത് ജീവിതത്തിൻ്റെ അവസാനം വരെ ഇങ്ങനെ പാലിക്കുകയും നമ്മോട് പാലിക്കാൻ പറയുകയും ചെയ്ത വലിയ പുണ്യം ഇത് തന്നെയാണ്, വിനയം. എളിമപ്പെടണം. ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ വലിയൊരു മുതൽക്കൂട്ടായിട്ട് മാറട്ടെ. ഈശോയ്ക്ക് എന്തിൻ്റെ സുഖേടായിരുന്നു ഇങ്ങനെ എളിമപ്പെട്ട് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകാൻ. നമ്മളെ കാണിച്ചത് വലിയൊരു മാതൃകയാണ്. ഗുരുവും നാഥനുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ ഒരു ദാസനെ പോലെ കഴുകുന്നെങ്കിൽ നിങ്ങളും മറ്റുള്ളവരുടെ പാദങ്ങൾ കഴുകണം. അപരൻ്റെ കാലിനോളം അല്ലെങ്കിൽ അവരുടെ പാദങ്ങളോളം താഴാനുള്ള ഒരു എളിമ പ്രിയപ്പെട്ടവർ നമുക്കുണ്ടാവട്ടെ. ചില സമയങ്ങളിലൊക്കെ നമ്മുടെ കുടുംബത്തിൽ വലിയ കലഹങ്ങൾക്ക്, വലിയ വിദ്വേഷങ്ങൾക്ക് കാരണമാകുന്ന ഒരു കാര്യം ഇതാണ്, നമ്മൾ ആരും വിനയത്തിൽ മറ്റുള്ളവരോട് പെരുമാറുന്നില്ല.
അവൻ അല്ലേ എന്നെക്കാളും ഇളയത്, അല്ലെങ്കിൽ അവനല്ലേ എന്നെക്കാളും ചെറുത്, അവനല്ലേ എന്നെക്കാളും സാമർഥ്യക്കുറവ്, അതുകൊണ്ട് അവൻ എൻ്റെ അടുത്ത് വന്ന് അവനിച്ച് താഴട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ താഴാനായിട്ട് ഒന്ന് വിനയത്തോടെ ഒന്ന് പെരുമാറാനായിട്ട് നമ്മൾ കാണിക്കുന്ന വലിയ മടി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാണ് നമ്മുടെ ജീവിതത്തിൽ വലിയ തകർച്ചകൾക്ക് കാരണം. നമ്മൾ എളിമപ്പെടാൻ തയ്യാറാകുന്നില്ല, വിനയപ്പെടാൻ നമ്മൾ തയ്യാറാകുന്നില്ല. ഈശോ നമ്മളെ കാണിച്ചുന്ന വലിയ മാതൃക ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമ്മൾ ആരും ശ്രമിക്കുന്നില്ല. എളിമപ്പെടാനോ വിനയപ്പെടാനോ. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരുടെ മുമ്പിൽ അല്പം താഴ്ന്നു കൊടുത്തുകൊണ്ട് നമുക്ക് എന്താ നഷ്ടപ്പെടാനുള്ളത്? ഒന്നും നഷ്ടപ്പെടാനില്ല. നേടാൻ ഒത്തിരിയുണ്ട്. ഈശോ ദൈവമായിരുന്നു, എന്നിട്ട് ആ ദൈവത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് മാറ്റിവെച്ചിട്ട് താഴേക്ക് ഈ ഭൂമിയിലേക്ക് വന്നു, മനുഷ്യനായി നമ്മളെപ്പോലെ തന്നെ ജീവിച്ചു. പാപമൊഴികെ എല്ലാ കാര്യങ്ങളിലും നമ്മളെപ്പോലെ തന്നെ ജീവിച്ചു എന്നാണ് വചനം പറയുന്നത്. പാപമൊഴികെ എല്ലാ കാര്യങ്ങളിലും. എന്നിട്ടോ തൻ്റെ കൂടെ നടന്ന, താൻ എടുത്ത് കൊണ്ടുപോയി നടന്ന, ഒരു പാത്രത്തിൽ കഴിച്ച, ഒരു പാത്രത്തിൽ ഉണ്ട ഈ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി അവരെ വലിയൊരു മാതൃക കാണിച്ചു കൊടുത്തു. ഇതുപോലെ ദാസ്യവേല ചെയ്യാനും നമ്മൾ തയ്യാറാണ്. ദൈവത്തിന് ദാസ്യവേല ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ? നമ്മളെ കാണിച്ചു തന്നു വിനയത്തിൻ്റെ വലിയൊരു മാതൃക. നമ്മുടെ സഹോദരങ്ങളോട് വിനയത്തോടെ പെരുമാറാൻ, നമ്മുടെ കൂട്ടുകാരോട് വിനയത്തോടെ പെരുമാറാൻ, നമ്മുടെ സഹോദരങ്ങളോട് വിനയത്തോടെ പെരുമാറാൻ, അയൽക്കാരോട് വിനയത്തോടെ പെരുമാറാനൊക്കെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് സാധിക്കട്ടെ. ഇത് നമ്മൾ അമ്മയിൽ നിന്ന് പഠിക്കേണ്ട വലിയൊരു പുണ്യമാണ്. അഹങ്കരിക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ ഗർവോടെ പെരുമാറാനോ എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നിട്ടും അമ്മ വിനയത്തിൻ്റെ ഒരു മാതൃക നമ്മളെ കാണിച്ചു, എളിമയുടെ മാതൃക നമ്മളെ കാണിച്ചു. ജീവിതത്തിൽ വിനയം കൊണ്ട് മഹത്വം ആർജിക്കാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് സാധിക്കട്ടെ. ജീവിതത്തിൽ വിനയം കൊണ്ട് മഹത്വം ആർജിക്കാൻ നമുക്ക് സാധിക്കട്ടെ. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 13-ാമത്തെ അധ്യായത്തിൽ 20-ാമത്തെ വാക്യം നമ്മളിങ്ങനെ പറയുന്നുണ്ട്, അഹങ്കാരി വിനയത്തെ വെറുക്കുന്നു. നമുക്ക് അഹങ്കാരമുണ്ടെങ്കിൽ, ഗർവുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ വിനയം എന്ന പുണ്യത്തെ വെറുക്കും. മറ്റുള്ളവരുടെ അല്പം വിനയാന്വിതയായിട്ട് ഒന്ന് താഴ്ന്നു കൊടുക്കാനോ ഒന്ന് കുനിയാനോ ഒക്കെ നമുക്ക് വലിയ മടിയായിരിക്കും. ഇത് നമുക്ക് സാധിക്കുക പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തോട് നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോഴാണ്. നമുക്ക് പ്രാർത്ഥിക്കാം, പരിശുദ്ധ അമ്മേ, എനിക്ക് ഈ ഒരു നല്ല പുണ്യം, വിനയം എന്ന പുണ്യം ജീവിതത്തിൽ സ്വന്തമാക്കാൻ അമ്മ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ നമുക്ക് എല്ലാവർക്കും വേണ്ടി ശക്തമായിട്ട് മാധ്യസ്ഥം വഹിക്കട്ടെ. അമ്മയുടെ നീലാങ്കിയിൽ നമ്മളെല്ലാവരെയും പൊതിഞ്ഞു പിടിക്കട്ടെ. വിനയത്തിന് നല്ലൊരു മാതൃകകളായിട്ട് മാറാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. പരിശുദ്ധ അമ്മ അതിന് നമുക്ക് വേണ്ടി ശക്തമായിട്ട് മാധ്യസ്ഥം വഹിക്കട്ടെ. നമുക്ക് ഈ പ്രാർത്ഥന ചേർന്ന് ചൊല്ലി പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, ദീപ്തമായ സമുദ്രതാരമേ, നിനക്ക് സ്വസ്തി. ദൈവമാതാവേ, നിനക്ക് സ്വസ്തി. കന്മഷമില്ലാത്ത കന്യകയെ, സ്വർഗീയ വാതിലെ, ഗബ്രിയേൽ നിന്നും വന്ന മധുരതരമായ അത്ഭുതം കൊണ്ട് ഞങ്ങളിൽ സമാധാനം നിറയ്ക്കണമേ. ഹവ്വയുടെ നാമം മാറ്റിയ ധന്യയായ കന്യകയെ, ബന്ധിതരുടെ ചങ്ങലകളെ തകർക്കുകയും അന്ധർക്ക് കാഴ്ച നൽകുകയും ഞങ്ങളുടെ രോഗങ്ങളെ സുഖപ്പെടുത്തുകയും സകല അനുഗ്രഹങ്ങളും ചൊരിയുകയും ചെയ്യണമേ. പരിശുദ്ധമ്മേ, ഒരമ്മയായി എന്നും കൂടെയുണ്ടാകണമേ. ഞങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ മകനായ ദൈവവചനം പിറന്നു. അങ്ങയുടെ മാധ്യസ്ഥത്തിലൂടെ ഞങ്ങളുടെ പ്രാർത്ഥനകളെ നിറവേറ്റി തരണമേ. സർവത്തിലും അതിശയകരമായ പരിശുദ്ധ കന്യകയെ, നീ ശാന്തരിൽ അതീവ ശാന്തയാകുന്നു. കന്മഷരഹിതയായ പരിശുദ്ധ കന്യകാമറിയമേ, ഞങ്ങളെ പാപച്ചേറ്റിൽ നിന്നും അകറ്റണമേ. ശുദ്ധരും കളങ്കരഹിതരുമായി ഞങ്ങളുടെ ജീവിതങ്ങളെ കറയില്ലാത്തതായി അമ്മ കാക്കണമേ. ക്രിസ്തുവിൽ ഞങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുന്നത് വരെ ഞങ്ങളുടെ പാതകളെ അമ്മ സുരക്ഷിതമാക്കണമേ. ഉന്നതത്തിൽ വസിക്കുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരന് എല്ലാ മഹത്വവും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. മറിയത്തിൻ്റെ സ്തോത്രഗീതം നമുക്ക് ചേർന്ന് ചൊല്ലി പ്രാർത്ഥിക്കാം. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് എൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ
സിംഹാസനത്തിൽ നിന്നും മറിച്ചിട്ടു, എളിയവരെ ഉയർത്തി, വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി, സമ്പന്നരെ വെറുങ്കൈയോടെ പറഞ്ഞയച്ചു. തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവൻ തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഒരിക്കൽ കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനുടെ അപേക്ഷ ആമേ. നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.